عن عبد الله السنابحي رضي الله تعالى عنه قال إن رسول الله صلى الله عليه وسلم قال إذا توضأ العبد المؤمن فتمضمض خرجت الخطايا من فيه وإذا استنثر خرجت الخطايا من أنفه فإذا غسل وجهه خرجت الخطايا من وجهه حتى تخرج من تحت أشفار عينيه فإذا غسل يديه خرجت الخطايا من يديه حتى تخرج من تحت أظفار يديه فإذا مسح برأسه خرجت الخطايا من رأسه حتى تخرج من أذنيه فإذا غسل رجليه خرجت الخطايا من رجليه حتى تخرج من أظفار رجليه ثم كان مشيه إلى المسجد وصلاته نافلة له. ഇമാം മാലിക്കും ഇമാം നസായിയും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. അബ്ദുല്ലാഹി സുനാബിഹി ഒരു സഹാബിയുടെ പേരാണ്. പ്രവാചക തിരുമേനിയുടെ ഒരു ശിഷ്യന്റെ പേരാണ് അബ്ദുല്ലാഹി സുനാബിഹി. അദ്ദേഹം പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇദാ തവല്ല അൽ അബ്ദുൽ മുഅ്മിനു, സത്യവിശ്വാസിയായ ഒരു അടിമ വുളൂ ചെയ്താൽ, വുളൂ ചെയ്യുമ്പോ ഫതമളമള, അവൻ വായിൽ വെള്ളമാക്കി പുറത്തേക്ക് കളയുന്നു. ഈ അവസരത്തിൽ ഖറജത്തിൽ ഖതായാ മിൻ ഫീഹി, അവന്റെ പാപങ്ങൾ വായയിലൂടെ പുറത്തു വരുന്നു. വൈദസ്തൻസറ, അവൻ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ ഖറജത്തിൽ ഖതായാ മിൻ അൻഫിഹി, അവന്റെ പാപങ്ങൾ മൂക്കിലൂടെ പുറത്തു പോകുന്നു. ഫൈദാ ഗസല വജ്ഹഹു ഖറജത്തിൽ ഖതായാ മിൻ വജ്ഹിഹി ഹത്താ തഖറുജ മിൻ തഹ്തി അശ്ഫാരി ഐനൈഹി, മുഖം കഴുകുമ്പോൾ മുഖത്തിൽ അവന്റെ ഇരു കണ്ണുകൾക്കിടയിലുമുള്ള അല്ലെങ്കിൽ കണ്ണുകൾക്ക് മുകളിലുള്ള പുരികത്തിന്റെ ആ അടിഭാഗത്തിലൂടെ വരെ പാപങ്ങൾ ഒലിച്ചു പോകുന്നു. ഫൈദാ ഗസല യദൈഹി ഖറജത്തിൽ ഖതായാ മിൻ യദൈഹി ഹത്താ തഖറുജ മിൻ തഹ്തി അദ്ഫാരി യദൈഹി, അവന്റെ ഇരു കൈകളും കഴുകുമ്പോൾ കൈകളുടെ വിരലുകൾക്കിടയിലുള്ള വിരലുകൾക്കറ്റത്തുള്ള നഖത്തിന്റെ അടിഭാഗത്തുകൂടെ അവന്റെ കൈകളിലുള്ള പാപങ്ങൾ ഒഴുകിപ്പോകുന്നു. ഫഇദാ മസഹ ബിറഅസിഹി, അവൻ തല തടവുകയായാൽ ഖറജത്തിൽ ഖതായാ മിൻ റഅസിഹി, തലയിലൂടെ പാപങ്ങൾ ഒഴുകിപ്പോകുന്നു. ഹത്താ തഖറുജ മിൻ ഉദ്നൈഹി, അവന്റെ ഇരു ചെവികളിലൂടെ അത് പുറത്തു വരുന്നു. ഫൈദാ ഗസല റിജ്ലൈഹി ഖറജത്തിൽ ഖതായാ മിൻ റിജ്ലൈഹി, കാലുകൾ, ഇരു കാലുകളും കഴുകുന്നതായാൽ അവന്റെ ഇരു കാലുകളിലൂടെയും ഹത്താ തഖറുജ മിൻ അദ്ഫാരി റിജ്ലൈഹി, ഇരു കാലുകളുടെയും നഖങ്ങളിലൂടെ അവന്റെ പാപങ്ങൾ പുറത്തു പോകുന്നു. സുമ്മക്കാന മശീഹു, പിന്നീട് പള്ളിയിലേക്കുള്ള അവന്റെ നടത്തവും വസലാത്തുഹു, അവന്റെ നമസ്കാരവും നാഫിലത്തുൻ ലഹു, അവന് അതിനേക്കാൾ അപ്പുറം വർദ്ധിച്ച തോതിലുള്ള മറ്റു പ്രതിഫലങ്ങളായി അവന് ലഭിക്കുന്നു. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നിട്ടുള്ളത്. ഈ ആശയത്തിലുള്ള കുറെ ഹദീസുകൾ ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിലും അതേപോലെ തന്നെ ഇമാം അഹ്മദിന്റെ ഹദീസ് ഗ്രന്ഥത്തിലും ഇതേ ആശയത്തിലുള്ള കുറെ ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊക്കെ പാപങ്ങൾ ഒഴുകിപ്പോവുക എന്ന് പറയുമ്പോൾ എന്താ അതോട് ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ അത്രയും പുണ്യകരമാണ്, ബർക്കത്തുണ്ട് ഉളൂഇന്റെ ജലത്തിന് എന്നർത്ഥം. ഉളൂ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഉളൂഇന്റെ ആ ജലത്തിലൂടെ അതൊരു പ്രത്യേകമായ രൂപത്തിലുള്ള ഇബാദത്ത് അനുഷ്ഠിക്കുന്നതിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനത് കാരണമാകുന്നു. ഈ ഹദീസുകൾ വിശദീകരിച്ചിട്ടുള്ള പണ്ഡിതന്മാരെല്ലാം പറഞ്ഞിട്ടുണ്ട്, പാപങ്ങൾ എന്നുള്ളത് കൊണ്ട് അവയവങ്ങളിലൂടെ പാപങ്ങൾ പോകുന്നു എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചെറിയ ചെറിയ പാപങ്ങളാകുന്നു. അവന്റെ കൈ മുഖേന സംഭവിച്ചിട്ടുള്ളത്, കണ്ണു മുഖേന സംഭവിച്ചിട്ടുള്ളത്, അതേപോലെ തന്നെ ചെവി മുഖേന സംഭവിച്ചിട്ടുള്ളത്, കാല് മുഖേന സംഭവിച്ചിട്ടുള്ളത് എന്നിങ്ങനെ വൻകുറ്റങ്ങളല്ലാത്ത ചെറിയ ചെറിയ ദോഷങ്ങളാണ് ഇങ്ങനെ ഉളൂ മുഖേന തന്നെ പരിഹൃതമാവുകയും പൊറുക്കപ്പെടുകയും ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഹദീസുകൾ സഹീഹാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹ് മുസ്ലിമിലും ഇതേ ആശയത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാവുന്നതാണ്. അപ്പൊ അത്രമാത്രം പ്രാധാന്യം ഉളൂഇനുണ്ട് എന്ന നിലക്കായിരിക്കണം നമ്മളിത് വെറുതെ ഒരു കയ്യും കാലും കഴുകലായിട്ട് കാണരുത്. ഇത് ചെയ്യുമ്പോൾ തന്നെ ഇത് ഏറ്റവും കൂടുതൽ അനവധി നിരവധി ചെറു പാപങ്ങളും വലിയ പാപങ്ങളും വന്നുപോകുന്നത് നമ്മൾ വൻ കുറ്റങ്ങൾ പടച്ചവനോട് കേണപേക്ഷിച്ച് കണ്ണുനീരൊഴുക്കി തൗബ ചെയ്യാനല്ലാതെ പൊറുക്കപ്പെടുകയില്ല എന്ന് ഇസ്ലാം പഠിപ്പിച്ചിരുന്നതാണ്. എന്നാൽ ചെറിയ ചെറിയ ദോഷങ്ങൾ, അറിഞ്ഞും അറിയാതെയും വന്നു പോകുന്ന ഒട്ടനവധി ദോഷങ്ങൾ നമ്മുടെ ഈ പുണ്യകർമ്മം മുഖേന നമുക്ക് പരിഹൃതമാകുന്നു എന്നുള്ളത് പ്രവാചക തിരുമേനി നമുക്ക് നൽകിയിട്ടുള്ള സുവിശേഷങ്ങളിൽ ഒന്നായി മനസ്സിലാക്കുകയും ആ ഉദ്ദേശം നമ്മുടെ ഉളൂഇന്റെ സമയത്ത് നമുക്കുണ്ടായിത്തീരണമെന്നും ഓർമ്മപ്പെടുത്തുകയാണ്.